ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന എല്ലാ ആളുകളും, രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ മണ്ണിലേക്ക് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആരും മിസ് ചെയ്യരുത്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. രാഹുൽ ശക്തനായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞ അങ്ങേ വീഡിയോ ഞാൻ തോന്നുന്നു, ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ ലൈക്കൊക്കെ കണ്ടിട്ട്. കാരണം അത്രയും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണമെന്ന്. അപ്പോൾ ഇവിടെ ഞാനൊരു പോസ്റ്റ് വയ്ക്കാം. എല്ലാ ആളുകൾക്കും സന്തോഷമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇത്. കാണുമ്പോഴത്തേക്ക് എല്ലാ ആളുകൾക്കും, രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം, രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ഇത് കാണുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ സന്തോഷം തോന്നുന്നൊരു പോസ്റ്റാണ്. ഞാനതിവിടെ വായിക്കാം. അപ്പം ഈ പോസ്റ്റ് കണ്ടിട്ട് ആരും ലൈക്ക് ചെയ്യാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ആളുകളും ആഗ്രഹിച്ചൊരു പോസ്റ്റാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം 24-ന് കൊടുത്തൊരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കണ്ടാണല്ലോ നമ്മൾ. അതിനുശേഷം പിറ്റേന്ന് തന്നെ ഷഹനാസ് വാർത്താ ചാനലുകളിൽ വന്നിരുന്നിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടുന്നതും ഈ വെല്ലുവിളികളൊക്കെ നടത്തുന്നതും, രാഹുൽ മാങ്കൂട്ടത്തിന് എനിക്ക് അറിയത്തുപോലുമില്ല, എൻ്റെ സുഹൃത്തേ അല്ല രാഹുൽ മാങ്കൂട്ടം എന്നൊരു കോഴിത്തീട്ടത്തിന് എനിക്ക് അറിയത്തുപോലും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് തള്ളിവിടുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പം അതിനെതിരെ ഷഹനാസിനെതിരെ നിയമ നടപടിക്ക് DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പം ഉടനെ തന്നെ വക്കീൽ നോട്ടീസ് വീട്ടിലേക്ക് അയക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഡ്വക്കേറ്റ് ശേഖർ വാർത്താ മാധ്യമങ്ങളോട് പറയുന്നത്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടം ഈ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് ആദ്യം പുറത്തു വിടുക, അത് തെളിവുമായിട്ട് മുമ്പോട്ട് വരിക, അതാണ് വേണ്ടത്. അല്ലാതെ ഇതുപോലൊരു വാർത്താ ചാനലുകളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ഇതുപോലൊരു ആരോപണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് തകർക്കാമെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം വേറൊരു കാര്യം വെച്ചാൽ, രാഹുൽ ഇവിടെ ഇനി ഒന്നും സംസാരിക്കത്തില്ല. ആരൊക്കെ എന്തൊക്കെ വന്ന് പറഞ്ഞാലും പുള്ളി മിണ്ടാതിരിക്കും എന്നൊരു തോന്നലായിപ്പോയി. പക്ഷെ ആ തോന്നൽ ഇന്നലത്തോടു കൂടി അവസാനിച്ചു. പുള്ളി ഷഹനാസിനെതിരെ നിയമ നടപടിക്ക് പോയിരിക്കുവാണ്. DGPക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ആരോപണമായിട്ട് ഒരാൾ ഇനി രംഗത്ത് വരും, തല പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മുമ്പേ ചെയ്യണമായിരുന്നു. പുള്ളിയുടെ ഒരു മര്യാദ കൊണ്ടിട്ട് പുള്ളി മിണ്ടാതിരുന്നതാണ് വീണ്ടും വീണ്ടും ഇവരൊക്കെ തലയിൽ കയറാനായിട്ട് വന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനൊരു പുള്ളി ഇൻ്റർവ്യൂവിൽ നല്ല വ്യക്തമാക്കി തെളിവ് സഹിതം ഉൾപ്പെടെയാണ് ഈ ഷഹനാസിൻ്റെ പേരെടുത്ത് പറഞ്ഞ് തെളിവ് സഹിതം ഉൾപ്പെടെയാണ് പുള്ളി അവിടെ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തെളിവ് സഹിതം ഉൾപ്പെടെ കാണിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുന്ന കാര്യങ്ങളിൽ ഒരു വാസ്തവവും ഇല്ലെന്ന് തെളിവ് സഹിതം ഉൾപ്പെടെ കാണിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ രാഹുൽ ചോദിച്ചേക്കുന്ന ചോദ്യങ്ങൾ എന്താ, രാഹുൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് 24 ന്യൂസിനകത്തുള്ള ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് അത് ഫുള്ള് കാണുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. അപ്പം പിറ്റേന്ന് തന്നെ അതിനൊരു ചാനലുകാരെയൊക്കെ വിളിച്ചൊരു ഇൻ്റർവ്യൂ ഒരു പ്രസ് മീറ്റ് പോലൊരു സംഭവം കൊടുത്തിട്ട് അതിനകത്ത് രാഹുൽ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് വന്നത്. പിച്ചും പെയ്യും പറഞ്ഞു വിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷഹനാസിൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ, ഒരു പ്രസ് മീറ്റ് കണ്ടപ്പോഴത്തേക്ക്. എന്നിട്ട് ലാസ്റ്റ് അവസാനം ക്യാമറ ഓഫ് ആവാതെ അത് നമ്മൾ കണ്ടതാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇത്രയും മതിയല്ലോ, നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചല്ലോ, ഇത്രയൊക്കെ മതിയല്ലോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, ഇത് വീണ്ടും പാലക്കാട് രാഹുൽ മത്സരിക്കും, രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് വീണ്ടും രാഹുലിനെതിരെ ആരോപണമായിട്ട് കള്ളക്കഥകളായിട്ട് വീണ്ടും വന്നത്. ഇനിയിപ്പോൾ ഉടനെ എങ്ങനെ പോയാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട സമയങ്ങളായി അല്ലേ. ഈ മാസം ലാസ്റ്റോടുകൂടിയും അടുത്ത മാസത്തോടു കൂടിയൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ അതിൻ്റെ 7 അയലത്ത് കയറ്റരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് വീണ്ടും ഇങ്ങനെ കുറേ നാടകങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. ഞാനിനി ആ രാഹുൽ മാങ്കൂട്ടം പറയുന്ന ആ ഒരു വീഡിയോ, ഷഹനാസിനെ പറ്റിയിട്ട് 24-ന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഷഹനാസ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയത്തില്ല, രാഹുൽ മാങ്കൂട്ടം എൻ്റെ ഫ്രണ്ടല്ല, പുള്ളിയുമായിട്ട് യാതൊരു പരിചയമേ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടം ഷഹനാസിനെ അറിയാമെന്നും ഷഹനാസ് ആരാണെന്നും എന്താണെന്നും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരക്കിപ്പോയതും ചായക്കടയിലെല്ലാം കയറി അന്വേഷിച്ചതും അതൊക്കെ ഇപ്പോൾ വെളിയിൽ വരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതുപോലെ IAS എടുത്തെന്ന് പറഞ്ഞിട്ട് കോളേജിൽ പോയിട്ട് കോളേജ് മാനേജ്മെൻറ്റിനെയും പറ്റിച്ച് അവിടുന്ന് സ്വീകരണവും ഏറ്റുവാങ്ങി എല്ലാം കഴിഞ്ഞതിന് ശേഷം കോളേജ് മാനേജ്മെൻറ്റ് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി എടുത്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയതും പിന്നെ അവിടുന്ന് കോളേജ് വിട്ട് അവിടുന്ന് പുറത്തു പോയതൊക്കെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ.
ഓക്കെ, ഞാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടം പറയുന്ന ആ ഒരു കാര്യം, ഷഹനാസിനെ പറ്റി പറയുന്ന ആ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. വ്യക്തമായിട്ട് പുള്ളി ഒരാളൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് തെളിവ് ഉൾപ്പെടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അയാൾ പറയുന്ന ആ പറഞ്ഞതിന് മറുപടിയാണ് കൊടുക്കേണ്ടത്. അല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ വന്നിരുന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറും പ്രസ് മീറ്റ് നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഷഹനാസിനെ പറ്റിയിട്ട് പറയുന്നത് നിങ്ങളത് കണ്ടു നോക്ക്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എനിക്ക് അഭിനന്ദനം പറഞ്ഞ ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം നീ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടികൾ നടത്തണം എന്ന് പറഞ്ഞ് എനിക്ക് ഉപദേശം തന്ന ഷഹനാസാണ്. എനിക്കറിയുന്ന ഷഹനാസ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം എൻ്റെ ഒരു ഭാരവാഹിയെ പറ്റി എന്നോട് സൂചിപ്പിച്ച ഷഹനാസാണ്. ഇനി എനിക്കറിയുന്ന ഷഹനാസ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ജൂലൈ മാസം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലില്ല, ജൂലൈ മാസം ഇങ്ങോട്ട് നീ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് നീ മത്സരിക്കണം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ഷഹനാസ് എന്നെ ദുബായിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേട്ടല്ലോ, നല്ല വ്യക്തമായിട്ട് തന്നെ രാഹുൽ തെളിവ് ഉൾപ്പെടെയാണ് പറയുന്നത്. ഈ ഷഹനാസ് രാഹുലിൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്നും ഷഹനാസിനെ അറിയുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തെളിവുകളൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ കാണിക്കുന്നത്. ആ ഷഹനാസാണ് രാഹുലിനെ എനിക്ക് അറിയത്തേയില്ല, എൻ്റെ ഒരു ഫ്രണ്ടേ അല്ലെന്ന് പറഞ്ഞ് വാദിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ലക്ഷ്മി പത്മ എന്ന് പറയുന്ന അവർ ഒരു സ്ക്രീൻഷോട്ട് എഫ്പിക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരിയുടെ ഒരു സ്ക്രീൻഷോട്ടാണ്. രാഹുലിന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ബാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് അവർ പുറത്തു വിട്ടിട്ടുള്ളത്. അതുപോലെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ള സൺസ്ക്രീമിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. രാഹുലിന് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പരാതിക്കാരി. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈസ അയച്ചു കൊടുത്തേക്കുന്ന ആദ്യത്തത് ഒക്ടോബർ 7-ന് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഫോട്ടോ വയ്ക്കാം. നിങ്ങൾ നോക്കിക്കോ. അതിനകത്ത് ഒക്ടോബർ 7 2500 അയച്ചു കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. പിന്നെയും ഒക്ടോബർ 7-ന് തന്നെ പിന്നെയും ഒരു 7500 അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2020 ഇതൊക്കെ 2024 നടക്കുന്ന സംഭവങ്ങളാണ്. 10,000 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതേതാണ് ഒക്ടോബർ എന്നുള്ളത് അവിടെ വെട്ടിയേക്കുവാണ്, ബ്ലർ ചെയ്തേക്കുവാണ് നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിന് 14-ാം തീയതി പൈസ അയച്ചു കൊടുത്തു. എന്തിന്? അതിലൂടെ തന്നെ കള്ളം പൊളിഞ്ഞു. കാരണം ഒരാൾ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു, ഒരാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പീഡനം നടന്നതിന് ശേഷവും പിന്നെ അയാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നു. ഇതെന്തോടെ ഇതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അതിലൂടെ തന്നെ അത് പൊളിഞ്ഞു അല്ലേ? ആ സ്ക്രീൻഷോട്ടിൽ തന്നെ എല്ലാം ഉണ്ട്. 2 എണ്ണം ബ്ലർ ചെയ്യാൻ അവർ ബ്ലർ ചെയ്തിട്ടില്ല, 2 ഡേറ്റ്, 3-ാമത്തെ ഡേറ്റ് ബ്ലർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷഹനാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു വനിതാ പ്രവർത്തക തന്നെയാണ് ഷഹനാസ്. അപ്പം ഈ ഒരു വിഷയം ഈ ഒരു വിഷയം എന്തെങ്കിലും ഷഹനാസിന് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത്? പാർട്ടിയിലാണ് ആദ്യം സംസാരിക്കേണ്ടത്. പാർട്ടിപരമായിട്ട് നീങ്ങുമോ? പാർട്ടിപരമായിട്ട് നീങ്ങിയിട്ട് അതിനൊരു നടപടി എടുത്തില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട്, അല്ലെങ്കിൽ KPCCക്ക് പരാതി കൊടുക്കാം. അപ്പം ആ ഒരു പരാതി പാർട്ടി സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ അതുമായിട്ടുള്ളൊരു നടപടി, പിന്നെ അത് പരാതിയുമായിട്ട് മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടം തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക്, ഒരു ഇൻ്റർവ്യൂവിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ബോധിച്ചപ്പോഴത്തേക്ക്, തൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈഡ് ക്ലിയർ ആണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് തോന്നിയപ്പോഴത്തേക്ക് വീണ്ടും രാഹുലിനെ പെടുത്താനെ കൊണ്ട് പിറ്റേന്ന് ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നു. അതിനകത്ത് വന്നിരുന്ന് വളന്ന് കടന്ന് ചലയ്ക്കുന്നു. അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത വ്യക്തി എന്തുകൊണ്ട് നിയമപരമായിട്ട് പോകുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ഒരു കാര്യം. നിയമപരമായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് നിങ്ങൾ വരുക, അല്ലാതെ അവിടെ എവിടെയും ചെയ്യുന്നത് ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടുന്നത് എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ DGPക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത്രയും എന്നിട്ട് അത് മാത്രമല്ല, ഷഹനാസ് പറഞ്ഞിട്ടുള്ള വേറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള മഹിളാ കോൺഗ്രസിനെയൊക്കെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചത്. ഒരു ഹേമ കമ്മിറ്റി പോലുള്ളൊരു കമ്മിറ്റിയെ വെച്ചിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ കോൺഗ്രസ് തന്നെ നാറിപ്പോവും, കോൺഗ്രസിലുള്ള നേതാക്കൾ ഒരുപാട് പേര് നാറിപ്പോവും എന്നൊക്കെയാണ് അവിടെ ആ ഒരു പരാമർശം തന്നെ. അങ്ങനെയൊക്കെയാണ് കുറേ സംസാരങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് എന്നിട്ട് ഈ VD സതീശനും ഈ കോൺഗ്രസ് പ്രസ്ഥാനവും ഈ ഷഹനാസിനെ എടുത്ത് വെളിയിൽ കളയാത്തത്? എന്തുകൊണ്ട് എടുത്ത് കളയുന്നില്ല?
ഇത്രയും ആരോപണം ഒരു സ്വന്തം പാർട്ടിക്ക് വരെ ഒരു ചീത്തപ്പേരുണ്ടാക്കി നാണക്കേട് ഉണ്ടാക്കിയിട്ട് എന്തുകൊണ്ട് ഇവർക്കെതിരെ ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കുന്നില്ല? നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് എന്തുമായിരുന്നു ബഹളം. ചെന്നിത്തല മുഖം മറച്ച് നടക്കുന്നു, ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാതെ മുങ്ങി നടക്കുന്നു. അതൊക്കെ നമ്മൾ കണ്ടേയില്ലേ? രാഹുൽ മാങ്കൂട്ടം നോക്കിയിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോയി ചെന്നിത്തല നമ്മൾ കണ്ടതാണ്. വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടം ഈ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് വി.ഡി. സതീശൻ ആശാ വർക്കറുടെ പരിപാടിക്കാണെന്ന് തോന്നുന്നു. വി.ഡി. സതീശൻ വരുന്ന സമയത്ത് വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടം അവിടുന്ന് പോകുന്നത് വരെ വി.ഡി. സതീശൻ എവിടെ ഒളിച്ചിരുന്നിട്ട് രാഹുൽ മാങ്കൂട്ടം പോയി കഴിഞ്ഞതിന് ശേഷം വേദിയിലേക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പരാതി വന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ രാഹുലിനെ പുറത്താക്കിയിട്ട് പാർട്ടിയിൽ നിന്ന് തന്നെ എടുത്ത് കളഞ്ഞിട്ട് വാർത്താ ചാനലിലൊക്കെ വരുന്നിരുന്നിട്ട് തള്ളുന്നത് നമ്മൾ കണ്ടതാണ് അല്ലേ? ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ നമ്മൾ ആ തീരുമാനം എടുത്തു. ആ വ്യക്തി ഇപ്പോൾ പാർട്ടിയിലില്ല, പാർട്ടി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഇത്രയും ഒരു പ്രസ്ഥാനത്തിനെ അടിച്ചാക്ഷേപിച്ചിട്ട് ആ ഒരു പ്രസ്ഥാനത്തിലുള്ളവരെല്ലാം കോഴികളാണ്, കോഴിക്കാട്ടമാണ്, കോഴിത്തീട്ടമാണെന്ന് പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ ഒരു നടപടി എടുത്തില്ല? ഇനി ഇതിൻ്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. വി.ഡി. സതീശൻ 24 ന്യൂസിൽ വന്നൊരു വാർത്തയാണ്. 24 ന്യൂസിനകത്ത് വന്ന എല്ലാത്തിനകത്തും വന്നിട്ടുണ്ട്. ഞാനിവിടെ കാണിക്കാം. ഈ വി.ഡി. സതീശൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം ഇത്രയും നാളും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാതെ രാഹുലിനെ കരിയില പോലെ വലിച്ചെറിഞ്ഞ് ഇത്രയും രാഹുലിനെ കൊത്തി തിന്നാനെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ഒരു മലക്കം മറിയോന്ന് പറയുമല്ലോ, അതുപോലൊരു മലക്കം മറിഞ്ഞൊരു ഇരട്ടത്താപ്പ് കാണിക്കുന്നൊരു പ്രതിപക്ഷ നേതാവിനെയാണ് ഞാൻ ഇവിടെ കണ്ടത്. ഞാനൊന്ന് വെച്ചിരുന്നത്, നിങ്ങളൊന്ന് കണ്ടു. കാരണം ഇപ്പോഴാണ് ഇവർക്ക് ബോധം വന്നത്. ഭരണപക്ഷത്തിരിക്കുന്ന എം.എൽ.എമാരും മന്ത്രിമാരും അത്ര നല്ലവരല്ല. അവരും ഈ പറഞ്ഞിട്ടുള്ള അവരുടെ പേരിലും പെണ്ണ് കേസുകളും ഉണ്ടെന്ന് ഇപ്പോഴാണ് ഈ പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന നേതാക്കൾക്ക് ബോധം വന്നതെന്ന് ഇപ്പം മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്? എന്തുകൊണ്ട് ഇപ്പം രാഹുലിനെ അയോഗ്യനാക്കി കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് എതിർക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം രംഗത്ത് വന്നേക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവുമായിരിക്കും. ഇപ്പം ഇലക്ഷൻ പരുവാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അതിന് തിരിച്ചടി നൽകുന്ന നല്ല ബോധം ഇവർക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം രാഹുലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 18 ദിവസം പുള്ളിയെ കൊണ്ട് ജയിലിൽ ഇടത്തില്ലായിരുന്നു. പുള്ളി സോഷ്യൽ മീഡിയയിലിട്ട് പുള്ളിയെ തിന്നാനെ കൊണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിലിട്ട് പുള്ളിയെ അപമാനിക്കാൻ കൊണ്ടൊരു അവസരം അന്ന് ഇവരൊക്കെ കൈപിടിച്ച് ഒന്ന് ചേർത്ത് നിർത്തിയായിരുന്നെങ്കിൽ ഇന്ന് രാഹുലിന് ഇങ്ങനൊരു അവസ്ഥ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുത്ത് പുള്ളിക്ക് പറയാനുള്ളതൊക്കെ തുറന്നു പറച്ചിലിന് ഒരവസരം ഒരുക്കേണ്ട ഒരു രീതി ഉണ്ടാവത്തില്ലായിരുന്നു അല്ലേ? അന്ന് പുള്ളിക്ക് പറയാനുള്ളത് പാർട്ടി കേട്ടായിരുന്നെങ്കിൽ, അത് ഇൻ്റർവ്യൂവിൽ മെയിനായിട്ട് പുള്ളി പറയുന്നുണ്ട്, അന്ന് പാർട്ടി കേട്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഇത്രയും സമരങ്ങളും ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കിയതുണ്ട്. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ വെറുപ്പിക്കുക വരെ ചെയ്തിട്ടുള്ളത് അല്ലേ? സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നട്ടലോടുകൂടി നിവർന്നു നിന്ന് സംസാരിക്കുന്ന ആളുകളോടാണ് മറ്റുള്ള ആളുകൾക്ക് ദേഷ്യം. മിണ്ടാതിരിക്കുന്നവരോട് ആർക്കും ഒരു ദേഷ്യം കാണത്തില്ല അല്ലേ? അപ്പം ചങ്കൂറ്റത്തോടെ ശബ്ദം ഉയർത്തുന്ന ആളുകളോടായിരിക്കും എല്ലാവർക്കും പൊതുവേ ദേഷ്യമുള്ളത്, സത്യങ്ങൾ തുറന്നു പറയുന്ന ആളുകളോട്. അപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ പൊരുതിയ ഒരാളെ ഇങ്ങനൊരു ആരോപണം വരുന്ന സമയത്ത് അത് ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ച് പുള്ളിക്ക് പറയാനുള്ളൊരു കാര്യം കൂടെ കേട്ടില്ല. അത് പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അത് ഭയങ്കര എന്തായാലും അതങ്ങനെ ചെയ്തത് വളരെ മോശം തന്നെയാണ്. ഇല്ല, സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു വളർന്നു വരുന്ന ഒരു നേതാവിനെ പുറത്താക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. സ്വന്തം നേട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനത്തിലിരിക്കുന്ന കുറച്ച് മുതിർന്ന നേതാക്കൾ അവരെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലാതെ ഇവരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. എനിക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ള മുതിർന്ന കുറച്ച് നേതാക്കളോടുള്ള വൈരാഗ്യം കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു രാഹുലിൻ്റെ വിഷയത്തിൽ എനിക്ക് അങ്ങനെ തോന്നി. വി.ഡി. സതീശൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് എം.എൽ.എ ആയിക്കോട്ടെ, ഇപ്പം എത്ര പേരുണ്ട് എം.എൽ.എമാർ കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് എം.എൽ.എ ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലേ? കേസിൽ പ്രതികളായിട്ടുള്ള എം.എൽ.എയെ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല.
അപ്പോൾ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അതവർ ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ. കണ്ടല്ലോ, ഇന്ന് ഈ സംസാരിക്കുന്ന സംസാരം അന്ന് ഈ രാഹുലിൻ്റെ മേലിൽ ഒരു ആരോപണം വന്ന സമയത്ത് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർത്ത് പിടിച്ചെന്ന് സംസാരിച്ചെങ്കിൽ, അന്ന് സപ്പോർട്ട് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് പോകത്തില്ലായിരുന്നു. പുള്ളിക്ക് ഇത്രയും ഒരു അപമാനം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു അല്ലേ? അപ്പം ഇപ്പം അവർക്കൊക്കെ ബോധം വേണം. ഭരണവശത്തും ഉണ്ട്, മുകേഷിൻ്റെ പേരിലും കേസുണ്ടെന്നൊക്കെ ഇപ്പോൾ അവർക്ക് ബോധം വേണം. എന്തുകൊണ്ട് ആ ബോധം ഇപ്പം വീണു? അത് അറിയാനും കഴിക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.